ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RCC ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് RCCയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ച് സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇനി ഒരു സെഷനും കൂടി ഉണ്ടാവും. സോ ദാറ്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഈ ഒരു സീരീസിനകത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെ റിവിഷൻ സീരീസിൻ്റെ വീഡിയോസ് ലിങ്ക് നമ്മൾ ഓരോ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾ സെർച്ച് ചെയ്തൊന്നും ബുദ്ധിമുട്ടേണ്ട, നിങ്ങൾക്ക് അല്ലാതെ തന്നെ പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെഷനകത്ത് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബിനാർസിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനെ ഇടുന്ന റിവിഷൻ സീരീസിൻ്റെ ഒക്കെ അപ്ഡേറ്റ് കിട്ടാനായിട്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, പുതിയ വീഡിയോസിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. RCCയുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി ഒരു വീഡിയോ കൂടിയാണ് ഉണ്ടാവുക നമുക്ക് ഇതുപോലെ റിവിഷൻ സീരീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The deflection, including the effects of temperature, shrinkage, creep occurring after the construction of partitions and finishes should not exceed. അതായത് നമുക്ക് ഡിഫ്ലക്ഷൻ ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കോഡൽ പ്രൊവിഷൻ ആസ് സച്ച് ചോദിച്ചിരിക്കുകയാണ്. ഡിഫ്ലക്ഷൻ ലിമിറ്റ് എത്രത്തോളം വരണം എന്നുള്ളതാണ്. അതായത് ടെമ്പറേച്ചർ, ഷ്രിങ്കേജ്, ക്രീപ്പ് എല്ലാം നമ്മുടെ പാർട്ടീഷൻ ഫിനിഷസ് ഒക്കെ ഇറക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിഫ്ലക്ഷൻ ലിമിറ്റ്, ടെമ്പറേച്ചറിനും ഷ്രിങ്കേജും ക്രീപ്പും കാരണമുള്ള അതിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ലിമിറ്റഡ് വാല്യൂ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്പാൻ 350 or 20 mm whichever is maximum, span of 350 mm, span by 350 mm or 350 or 20 mm whichever is lesser, span by 250 or 20 mm whichever is lesser, span by 250 or 20 mm whichever is maximum. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേസാണ് കോഡൽ പ്രൊവിഷനിൽ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് വിൽക്കാൻ സാധ്യതയുള്ളത്. ഓൾറെഡി ഒരെണ്ണം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഏയിൽ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർട്ടീഷൻസും ഫിനിഷസും ഒക്കെ ഇറക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പം നമുക്ക് പാർട്ടീഷനും ഫിനിഷസും ഒക്കെ ഇറക്റ്റ് ചെയ്തിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആൻസർ ഇസ് സ്പാൻ ബൈ 350 or 20 mm whichever is less. ഇത് രണ്ടിലാണ് വരിക. ഓക്കെ, സ്പാൻ ബൈ 350 or 20 mm whichever is less. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരിക. നമുക്ക് വേറൊരു കേസ് കൂടി ഉണ്ട്, സ്പാൻ ബൈ 250 mm കൂടി ഉണ്ട്, സ്പാൻ ബൈ 250 കൂടി ഉണ്ട്. സ്പാൻ ബൈ 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ്, ഡിഫ്ലക്ഷൻ തന്നെയാണ്, പക്ഷെ പാർട്ടീഷൻസ് ഒക്കെ ഇറക്റ്റ് ചെയ്യുന്ന കേസ് അല്ല, അല്ലാതെയുള്ള ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ സ്പാൻ ബൈ 250, സ്പാൻ ബൈ 350. ഇവിടെ നോക്കിയാൽ മതി ക്വസ്റ്റ്യനകത്ത് ആഫ്റ്റർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പാർട്ടീഷൻസ് ആൻഡ് ഫിനിഷസ് എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ സ്പാൻ ബൈ 350. അതായത് നമ്മുടെ ഇങ്ങനെ ഓർത്താൽ മതി, 250 കഴിഞ്ഞിട്ടാണല്ലോ നമ്പർ 350 വരിക, നമ്മൾ ന്യൂമറിക്കലി അങ്ങനെ കൗണ്ട് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ 350 എന്ന് പറഞ്ഞാൽ ഫൈനലാണ്. ഫസ്റ്റ് 250 ഇനിഷ്യൽ, 350 ഫൈനലാണ്. അപ്പോൾ 350 എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടീഷനും ഫിനിഷസും ഒക്കെ ഇറക്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിഫ്ലക്ഷൻ ആണെന്ന് ഓർത്താം. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും മാറി മാറി ചോദിക്കാറുള്ളതാണ്. എല്ലാ എക്സാമുകൾക്കും വേറെ സ്റ്റേറ്റിലും ഒക്കെ ചോദിക്കുന്നതാണ്. സോ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If P is the net upward pressure on a square footing of side B for a square column of side A, the maximum bending moment is given by. അതായത് നമ്മുടെ ഫൂട്ടിങ്ങിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൂട്ടിങ്ങിനകത്ത് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ വരുന്ന കുറച്ച് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എഡ്ജ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞതാണ് ഫസ്റ്റ് വീഡിയോയ്ക്ക്, അതായത് പറഞ്ഞതാണ് 150 mm 300 mm വരുന്ന കേസസ്. പിന്നെ ലോഡ് കാൽക്കുലേഷനിൽ എത്ര വെയിറ്റ് ആണ് എടുക്കുന്നത്, 10% അതുണ്ട്. പിന്നെ ഇങ്ങനെ ബെൻഡിങ് മൊമെന്റ് ചോദിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കുന്നത്, അതായത് നമുക്ക് 1 way ഷിയർ വരാം, 2 way ഷിയർ വരാം, പഞ്ചിങ് ഷിയർ വരാം, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരാം. ഇതിനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നമ്മുടെ മാക്സിമം എന്താ പറയുക ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന ഈ സെക്ഷൻ എടുക്കാം, അതും ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, ഈ ഒരു ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം. If P is the net upward pressure on a square footing of side B, ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് ആ സ്ക്വയർ ഫൂട്ടിംഗ്, ഇതാണ് സ്ക്വയർ ഫൂട്ടിംഗ്. സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈഡ് സ്മോൾ ബി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഫോർ എ സ്ക്വയർ കോളം ഓഫ് സൈഡ് എ, ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു സ്ക്വയർ കോളം ഉണ്ട്. സ്ക്വയർ കോളത്തിന്റെ സൈഡ് സ്മോൾ എ ആണെന്ന് വിചാരിക്കുക, സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റിന്റെ സെക്ഷൻ. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് ബെൻഡിങ് മൊമെന്റിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ നോർമലി എടുക്കാറ്. അത് നമുക്ക് ആ ഒരു ബെൻഡിങ് മൊമെന്റ് ക്രിട്ടിക്കൽ സെക്ഷനൊക്കെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ സാധാരണ കോളത്തിന്റെ ഫേസിലാണ് എടുക്കാറ്. നമുക്ക് ആ കേസസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാം. ഞാനിവിടെ എടുത്തു ഒരു സെക്ഷൻ, ആൻഡ് ഇവിടെ ഞാനൊരു യൂണിറ്റ് വിഡ്ത്തുള്ള ഒരു സെക്ഷൻ എടുക്കുകയാണ്, അതായത് 1 meter വിഡ്ത്തുള്ള. ഓക്കെ, ഞാനിവിടെ അസ്യൂം ചെയ്യുന്നു W ആണ് ഇതിന്റെ പുറത്തുള്ള ലോഡ്. നമുക്കിവിടെ നെറ്റ് അപ്വേർഡ് പ്രഷറിലാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം W കണ്ടുപിടിച്ചിട്ട് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു P, എന്നിട്ട് നമുക്കത് Pയിലേക്ക് കൺവേർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഓവർലാപ്പ് ലെങ്ത്, ഇത് ഫസ്റ്റ് സെക്ഷൻ, ഇത് സെക്കൻഡ് സെക്ഷൻ, അതായത് മൊത്തം നമുക്ക് ബി ഡയമെൻഷൻ എ എന്ന് പറയുന്ന കോളം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് ആ എ എന്ന് പറയുന്ന കോളം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഓവർലാപ്പ് ഡിസ്റ്റൻസ്, ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഓവർലാപ്പ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഫസ്റ്റ്. സോ ഓവർലാപ്പ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, മൊത്തം ഡിസ്റ്റൻസ് എത്രയാണ്? ബി ആണ് അല്ലേ, ബി, അതിൽ നിന്ന് സ്മോൾ എ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 1 എന്ന് പറയുന്ന സെക്ഷനും 2 എന്ന് പറയുന്നത് കിട്ടും. നമുക്ക് 1 മാത്രം മതി. സോ ബി മൈനസ് എ ബൈ 2 ഓവർലാപ്പ് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് വേണം അല്ലേ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് വേണം. മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ലോഡ് ഇൻറ്റു 1 ആണ് നമ്മൾ വിഡ്ത്തായിട്ട് എടുത്തത്, ഇൻറ്റു നമ്മുടെ ഡിസ്റ്റൻസ്. നമ്മൾ സാധാരണ UDL ആയിട്ട് വരികയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? WL/2 ആക്ട് ചെയ്യുന്നു, ഇൻറ്റു മൊമെന്റ് എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് ഇവിടെ L/2, L²/4 ആണ്. ഇവിടെ നമുക്ക് B മൈനസ് എ ബൈ 2 ആണ്, അതിൻ്റെയും പകുതി ഡിവൈഡഡ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? ഓക്കെ, നമുക്ക് ഇവിടെ L/2 ആണ്, L/2ൻ്റെയും പകുതി നമ്മൾ എടുക്കുമല്ലോ, സോറി L/2 ആക്ട് ചെയ്യുന്നു, നമ്മുടെ മൊമെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഡിസ്റ്റൻസ് ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യും. Okay, so b minus a by 2 the whole square. അപ്പോൾ എന്ത് വരും? നമുക്ക് w into b minus a the whole square by 8 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഡബ്ല്യൂയിലാണ് ഈ ഒരു കാര്യം തന്നിരിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇവിടെ നെറ്റ് അപ്വേർഡ് പ്രഷറിലാണ് തന്നിരിക്കുന്നത്. പ്രഷർ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? നമുക്ക് ലോഡ് ബൈ ഏരിയ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏരിയ ഇസ് ഈക്വൽ ടു, സോറി, ലോഡ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഏരിയ, പ്രഷർ ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ ഡയമെൻഷൻ ഇസ് ബി, ഞാൻ ഈ ഒരു സെക്ഷനാണ് എടുത്തത്, അപ്പോൾ അവിടെ ബി ഇൻറ്റു 1 മീറ്റർ ആണല്ലോ അടുത്ത്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഡബ്ല്യുവിന് പകരം പി ബി ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 8. ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, നിങ്ങൾ ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചാൽ മതി, അല്ലാതെ നിങ്ങൾ ഈ ഡെറിവേഷനിലോട്ടൊന്നും പോകണ്ട, എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8 UDL വരുന്ന കേസ് ഉണ്ടല്ലോ, സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതുമായിട്ട് സിമിലർ ആണ്. ഡബ്ല്യുവിന് പകരം പി ബി കൊടുത്തിരിക്കുന്നു, എല്ലിന് പകരം ബി മൈനസ് എ, അതായത് നമ്മൾ ഈ ലെങ്ത് ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 8, ഇതുമായിട്ട് സിമിലർ ഒരു കണക്ഷൻ ഉണ്ടായത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, അങ്ങനെ ഓർത്ത് വെച്ചാലും മതിയാവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. അപ്പം ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെക്കാം, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കണക്ഷൻ വെച്ചിട്ട് ഓർത്ത് വെച്ചാൽ മതി. നോക്കാം, ഇതും എക്ക് നമുക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇൻ എ 2-way സ്ലാബ് ദ ഡെപ്ത് ഓഫ് സ്ലാബ് ഇസ് ബേസ്ഡ് ഓൺ, നമ്മുടെ സ്ലാബിന്റെ ഡെപ്ത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2-way സ്ലാബിന്റെ കേസ് ആണ് പറയുന്നത്. അപ്പോൾ 2-way സ്ലാബിനകത്ത് നമുക്കൊരു ഷോർട്ടർ സ്പാനും ഉണ്ട്, ലോങ്ങർ സ്പാനും ഉണ്ടാവും. ഓക്കെ, അതിന്റെ വാല്യൂ നോക്കിയിട്ട് 2നേക്കാളും ലെസ്സർ ആണെങ്കിൽ 2-way, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ 1-way, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്, അതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 2-way സ്ലാബിൽ നമ്മൾ ഡെപ്ത് ഓഫ് ദ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ഷോർട്ടർ സ്പാൻ ആണ്, അല്ലെങ്കിൽ ഷോർട്ട് സ്പാൻ ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നമുക്ക് ഒരുപാട് എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ സി ആണ്, ഷോർട്ട് സ്പാനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് 2-way സ്ലാബിൽ ഡെപ്ത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സ്ലാബ് അല്ലെങ്കിൽ ബീം എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ എക്സാമുകൾക്ക്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റൻ മെയിൻലി ഇട്ടല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, നമ്മൾ കണ്ട് പരിചയിച്ച ഒരു ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവത്തില്ല. ബട്ട് എന്നാലും നമുക്ക് ആ ഒരു എഫക്റ്റീവ് സ്പാൻ്റെ കാര്യം ഒന്ന് നോക്കാം, ബീമിൻ്റെ സ്ലാബിൻ്റെയും കേസ്. ഫസ്റ്റ് കേസ് നമുക്ക് എഫക്റ്റീവ് സ്പാൻ നോക്കാം. എഫക്റ്റീവ് സ്പാൻ ഓഫ് ബീമും സ്ലാബിനും സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് നോക്കാം. സിംപ്ലി സപ്പോർട്ടഡ് നോക്കാം ഫസ്റ്റ്. സോ നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ഇതാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ സ്ലാബ് എന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടത് എഫക്റ്റീവ് ലെങ്ത് ആണ്. അതിന് മുന്നേ നമുക്ക് ഈ സപ്പോർട്ടുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ലെങ്തിനെ ക്ലിയർ സ്പാൻ എന്ന് പറയാം. സോ LC എന്ന് പറഞ്ഞ് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യാണ്, ക്ലിയർ സ്പാൻ ആണ് ബിറ്റ്വീൻ ദ സപ്പോർട്ട്സ്. ഓക്കെ, ഇനി ഇവിടുന്ന് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നോക്കാം. അതാണ് നമ്മൾ മെയിൻലി എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുന്നത്.
അത് സ്മോൾ എൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് സ്മോൾ ഡി ആണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന്. സ്മോൾ ഡി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എഫക്റ്റീവ് ഡെപ്തിനെ ഡിനോട്ട് ചെയ്യുന്നു. സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത് ആണ്. സോ നമുക്ക് വേണ്ടത് സ്മോൾ എൽ ആണ്. സ്മോൾ എൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കേസിൽ നമ്മുടെ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ആണ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ രണ്ട് കേസ് ഇതാണ്. എൽ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സപ്പോർട്ട്സ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും വാല്യൂസ് നമ്മൾ എടുക്കും. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും ലെസ്സർ അഥവാ മിനിമം വാല്യൂ, മിനിമം അല്ലെങ്കിൽ ലെസ്സർ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുക. ഏതിൻ്റെ കേസിലാണ്? സിംപ്ലി സപ്പോർട്ടഡിൻ്റെ കേസ്. സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസിൽ ഒന്നെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എൽ സി പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്, രണ്ടിൻ്റെ മിനിമം വാല്യൂ ആണ് എന്താക്കി എടുക്കുക, നമ്മുടെ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ബീം ഓർ സ്ലാബ് ആണ്. അപ്പം അങ്ങനെ വരുന്ന കേസ് കണ്ടിന്യൂസ് ബീം ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കണ്ടിന്യൂസ്ലി പോകുന്ന ബീമാണല്ലോ. ഇതാണ് ക്ലിയർ സ്പാൻ. ഓക്കെ, ക്യാപിറ്റൽ എൽ. അതുപോലെ തന്നെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് ടി എസ്, വിഡ്ത്ത് ഓഫ് ദ സപ്പോർട്ടാണ് ടി എസ്. ഇവിടെ നമ്മൾ രണ്ട് കേസായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വൺ. കേസ് വൺ എന്ന് പറഞ്ഞാൽ when ts less than or equal to LC by 12. LC by 12. LC എന്ന് പറഞ്ഞാൽ ക്ലിയർ ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ 1/12 കുറവോ ഈക്വലോ ആയിട്ട് വരികയാണ് തിക്നെസ് ഓഫ് ദ സപ്പോർട്ട് എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കേസ്, നമ്മുടെ സ്മോൾ ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു എൽ സി പ്ലസ് ഡി, അതുപോലെ തന്നെ ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു എൽ. ഇത് രണ്ടിൻ്റെയും മിനിമം വാല്യൂ ആണ് നമ്മൾ എന്താക്കി എടുക്കുക, നമ്മുടെ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ് ഫസ്റ്റ് കേസ്? when the thickness of the support is less than or equal to LC by 12. ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി coming to second case, when thickness of the support greater than LC by 12. LC by 12-നേക്കാളും കൂടുന്ന കേസിൽ നമുക്ക് മൂന്ന് കേസ് വരും. അതായത് ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു എൽ സി പ്ലസ് 0.5 ഡി, അതുപോലെ തന്നെ ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു എൽ സി പ്ലസ് 0.5 ടി എസ്, അതല്ലെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു 600 mm. ഇത് മൂന്നിൻ്റെയും മിനിമം വാല്യൂ ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്, എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കേണ്ടത്. ഏത് കേസിൽ? when the thickness of the support is greater than LC by 12. അപ്പോൾ LC by 12-നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 12, LC by 12 എന്ന രണ്ട് കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്ലി സപ്പോർട്ടിൻ്റെ കേസ് തന്നെയാണ്. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ മൂന്ന് കണ്ടീഷൻസ് എടുത്ത് അതിൻ്റെ മിനിമം ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിന്യൂസ് സ്ലാബ്. ഇനി കാൻറ്റിലിവറും കൂടി ഉണ്ട്, അതുകൂടെ നോക്കാം. ഇനി അടുത്തത് കാൻറ്റിലിവർ ആണ്. തേർഡ് കേസ് കാൻറ്റിലിവർ ബീം ആണ്. അത് സിമ്പിളാണ്. കാൻറ്റിലിവർ ബീം അല്ലെങ്കിൽ സ്ലാബ് ആണ്. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും, വലുതായിട്ടൊന്നും ബുദ്ധിമുട്ടില്ല. സോ ഇതാണ് നമ്മുടെ കാൻറ്റിലിവർ ബീം അല്ലെങ്കിൽ സ്ലാബ്. നമ്മൾ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കുന്നത് എൽ എസ് ഈക്വൽ ടു ഈ ഒരു പർട്ടിക്കുലർ ഓവർ ഹാങ് ചെയ്ത ലെങ്ത് ക്യാപിറ്റൽ എൽ ആണെന്ന് വിചാരിക്കുക, എൽ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് ബൈ 2, ഹാഫ് ദ എഫക്റ്റീവ് ഡെപ്ത് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ പ്ലസ് എൽ ബൈ 2, ഇത്രയേ ഉള്ളൂ ഈ ഒരു കേസ്. ഓക്കെ, അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാൻറ്റിലിവർ അങ്ങനെ റെയർലി ആണ് ചോദിക്കുന്നത്. ബാക്കി രണ്ട് സിംപ്ലി സപ്പോർട്ടാണ് കൂടുതൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നമുക്ക് കണ്ടിന്യൂസും വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാം. രണ്ട് കേസസ് ഓർത്ത് വെക്കാം. സോ ദിസ് ഇസ് ഫോർ കാൻറ്റിലിവർ. കാൻറ്റിലിവർ അത്ര കോമൺ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എഫക്റ്റീവ് സ്പാൻ്റെ കേസ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫൂട്ടിങ്ങും അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിനിങ് വോൾ അങ്ങനെയുള്ള പോർഷൻസ് കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ തിയറിയും കൂടി നമുക്ക് ഫുൾ കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു.